പറഞ്ഞെഴുത്. എൻ്റെ പുതിയ വ്ളോഗിലോട്ട് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ ഞങ്ങളുടെ വ്ളോഗ് എന്താണെന്ന് വെച്ചാൽ കുഞ്ഞു കുട്ടികളെന്ന് വെച്ചാൽ ഒരു 2 വയസ്സുള്ള കുട്ടികളെയൊക്കെ നമുക്ക് എങ്ങനെ ചെറിയ ചെറിയ കാര്യങ്ങളൊക്കെ എങ്ങനെ പഠിപ്പിക്കാം, അവർക്ക് പറയാനും, പിന്നെ അതുപോലെ തന്നെ അതെന്താണ് ഇപ്പോൾ ഫ്രൂട്ട്സിൻ്റെ പേര് പഠിപ്പിക്കുക, അതിൻ്റെ കളേഴ്സ്, അപ്പം അതൊക്കെ അവരെ പറഞ്ഞു കൊടുക്കുക. അപ്പം അതൊക്കെ നമ്മൾ പെട്ടെന്ന് അങ്ങോട്ട് വിളിച്ചിരുത്തിയിട്ട് ഇവിടെ ഇരിക്കടാ അത് ഇത് പഠിക്കുന്ന പറഞ്ഞാൽ അവർ പഠിക്കില്ല. അവരുടെ പ്രായം എന്ന് പറഞ്ഞാൽ ഓടി നടക്കേണ്ട അല്ലെങ്കിൽ കളിക്കേണ്ട, കുസൃതി കാണിക്കേണ്ട ഒരു പ്രായമാണ് അല്ലേ. അപ്പം അങ്ങനെ അവരെ നമ്മുടെ അടുത്ത് ഇരുന്ന് കിട്ടിയാലേ നമുക്ക് അവരെ ഇതൊക്കെ പഠിപ്പിച്ചു കൊടുക്കാൻ പറ്റുള്ളൂ. അപ്പോൾ അവരെ നമ്മുടെ അടുത്ത് ഇരുത്തി നമ്മൾ പറയുന്നത് അവർ കേൾക്കാനും അതുപോലെ തന്നെ റെസ്പോണ്ട് ചെയ്യാനൊക്കെയുള്ള കുറച്ച് സൂത്രപ്പണികൾ ഉണ്ട്. അപ്പോൾ ഞാൻ കുറച്ച് സൂത്രപ്പണികളൊക്കെ ഉപയോഗിച്ചിട്ടുണ്ട് അതിന് വേണ്ടിയിട്ട്. പക്ഷെ അതൊരു 90% എനിക്ക് അതിൻ്റെ റിസൾട്ട് കിട്ടിയിട്ടുണ്ട്. ഞാൻ കുട്ടിയെ ഇപ്പോൾ ഫ്രൂട്ട്സിൻ്റെ പേര് അല്ലെങ്കിൽ വെജിറ്റബിൾസ് അതൊക്കെ ഞാൻ പഠിപ്പിച്ചു കൊടുത്തായിരുന്നു. ഒരു 2 വയസ്സായപ്പോൾ തന്നെ ഞാൻ ഇതൊക്കെ പറഞ്ഞു കൊടുക്കുമായിരുന്നു. അപ്പോൾ വെറുതെ പറഞ്ഞു കൊടുത്ത് ഞാൻ പറഞ്ഞല്ലോ, അവരൊരിക്കലും കേൾക്കില്ല അല്ലെങ്കിൽ ഇരിക്കില്ല നമ്മുടെ അടുത്ത്. അപ്പോൾ അങ്ങനെ ഇരിക്കാനൊക്കെ വേണ്ടിയിട്ട് ഞാൻ കുറച്ച് കുറുക്ക് വഴികളൊക്കെ യൂസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് നിങ്ങളായിട്ട് ഞാൻ ഷെയർ ചെയ്യാമെന്ന് കരുതി. കാരണം ഇപ്പോഴത്തെ ഒരു സിറ്റുവേഷനിൽ നമുക്ക് പ്ലേ സ്കൂളിലോ അല്ലെങ്കിൽ അംഗൻവാടിയോ ഉള്ളതൊന്നും പോകാൻ പറ്റില്ല. ഇനി തുറക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല ഈ വർഷം. ഈ കൊറോണ കാരണം നമ്മുടെ കുഞ്ഞുങ്ങളെ നമ്മൾ വിടാൻ തയ്യാറാവില്ല തുറന്നാൽ തന്നെ. അപ്പോൾ നമ്മൾ വീട്ടിലിരുത്തി തന്നെ നമുക്ക് അവരെ ഇതുപോലെയുള്ള കുറേ ബേസിക് കാര്യങ്ങൾ നമുക്ക് പഠിപ്പിച്ചു കൊടുക്കാം. അപ്പോൾ എങ്ങനെയാണ് ഞാൻ എൻ്റെ മോനെ ഇങ്ങനെയുള്ള ബേസിക് കാര്യങ്ങൾ 2 വയസ്സ് തൊട്ട് പഠിപ്പിച്ചത് എന്നുള്ളത് ഞാൻ നിങ്ങൾക്ക് ഈ വീഡിയോയിലൂടെ ഷെയർ ചെയ്ത് തരാം. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോകുന്നതിന് മുമ്പ് തന്നെ നമ്മുടെ ചാനൽ ലിവിങ് സ്റ്റൈൽ എന്നുള്ള ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ കേട്ടോ. പിന്നെ നോട്ടിഫിക്കേഷൻ കിട്ടാൻ വേണ്ടിയിട്ട് ആ ബെല്ലൈക്കൺ ബട്ടൺ എന്ത് ചെയ്യുക, അടിച്ചു പൊട്ടിക്കുക. ഞാനപ്പോൾ ഒരു 2 വയസ്സൊക്കെ ആയപ്പോൾ തന്നെ ഞാനൊരു ബുക്ക് വാങ്ങിച്ചായിരുന്നു. അവന് വേണ്ടിയിട്ട് ഒരു ഡ്രോയിങ് ബുക്ക് ഞാൻ വാങ്ങിച്ചായിരുന്നു കടയിൽ നിന്ന്. അപ്പോൾ നിങ്ങൾ ഓർക്കും 2 വയസ്സിൽ കൊച്ചിന് ഡ്രോയിങ് ബുക്കോന്ന്. കൊച്ചിനല്ല, ഞാനാണ് ഇതിനകത്ത് വരച്ചുകൊണ്ടിരുന്നത് ചേട്ടോ. ഞാൻ ആദ്യം തന്നെ വാങ്ങിച്ചു. എന്നിട്ട് ഞാൻ മോനോട് പറഞ്ഞു, ഇത് കൊച്ചിൻ്റെ ബുക്കാണ്, നമുക്ക് പഠിക്കാനുള്ള ബുക്കാണ്, ഇതിനകത്ത് വേറെ ഒന്നും ചെയ്യാൻ പാടില്ല എന്നൊക്കെ ഞാൻ പറഞ്ഞു കൊടുത്തു. അപ്പോൾ ഞാൻ ആദ്യം തന്നെ ചെയ്തത് ബുക്ക് വാങ്ങിച്ചു. അവന് വേണ്ടി മാത്രം, നല്ല നമ്മുടെ കയ്യിലുള്ള ബുക്കൊന്നും അല്ല ഞാൻ എടുത്തത്, അവന് വേണ്ടി മാത്രം ഞാനൊരു ബുക്ക് വാങ്ങിച്ചു. ഞാൻ എന്താ ചെയ്തതെന്ന് വെച്ചാൽ ഞാൻ ആദ്യം അവനെ ഫ്രൂട്ട്സിൻ്റെ പേര് പഠിപ്പിക്കാമെന്ന് തീരുമാനിച്ചു. ഫ്രൂട്ട്സിൻ്റെ പേര് ഇതൊക്കെ ഞാൻ വരച്ചതാണ് കേട്ടോ. ഞാൻ പറഞ്ഞല്ലോ, വരക്കുമ്പോൾ നമ്മളത്രയും എന്താ പറയുക പെർഫെക്റ്റ് ആയിട്ടൊന്നുമല്ല വരക്കുന്നത്, നമ്മുടെ ഒരു ഐഡിയ വെച്ചിട്ട് ഞാൻ അങ്ങോട്ട് വരച്ചതാണ്. അപ്പോൾ ഞാൻ ആദ്യം തന്നെ ഫ്രൂട്ട്സ് പഠിപ്പിക്കാമെന്ന് ഓർത്തു. അപ്പോൾ ഞാൻ ഇവിടെ ആപ്പിൾ വരച്ചിട്ടുണ്ട്, ഓറഞ്ച് വരച്ചു, ബനാന വരച്ചു, പപ്പായ, മാംഗോ. ഇതെല്ലാം കൊച്ചും അടുത്തുണ്ടായിരുന്നു കേട്ടോ. ഇത് വരക്കുന്ന സമയത്ത് എൻ്റെ മോനും അടുത്തുണ്ടായിരുന്നു. മോൻ്റെ അടുത്തിരുന്നാണ് ഞാനിതൊക്കെ വരച്ചത്. അപ്പോൾ ആപ്പിൾ വരച്ചു ആദ്യം. എന്നിട്ട് ഞാൻ പറഞ്ഞു ഇത് ആപ്പിളാണ്, ആപ്പിളിൻ്റെ കളറ് റെഡാണ്. അങ്ങനെ ക്രയോൺസൊക്കെ അതിന് വേണ്ടി ക്രയോൺസും വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. ക്രയോൺസ് കൊണ്ട് വേണം കേട്ടോ നമ്മൾ ഈ വരച്ച് പഠിപ്പിക്കുമ്പോൾ, ക്രയോൺസ് വേണം ആദ്യം യൂസ് ചെയ്യാൻ. കാരണം നമ്മൾ ഈ സ്കെച്ച് പെന്നും അതുപോലെ എന്താ പറയുക വാട്ടർ കളർ പെയിൻറ്റ് അതൊക്കെ യൂസ് ചെയ്യരുത്. കാരണം പിന്നെ കൊച്ചു വലുതായി വരുമ്പോഴും അത് തന്നെ വേണം എന്ന് വാശി പിടിക്കും. അപ്പോൾ നമ്മൾ ക്രയോൺസാണ് ഞാൻ അതിന് വേണ്ടി വാങ്ങിച്ചത്. അപ്പോൾ ഇതൊക്കെ ഞാൻ തന്നെ വരച്ചു, ഞാൻ തന്നെ കളറടിച്ചു. അപ്പോൾ ഇതുകൊണ്ട് 2 ഗുണങ്ങളാണുള്ളത്. 2 ഗുണങ്ങളുണ്ട് ഇതുകൊണ്ട്. എന്തൊക്കെയാണെന്ന് വെച്ചാൽ, ഒന്നാമത്തത് നമുക്ക് എന്താണ് എന്ന് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റും. ഓരോന്നും കൊച്ച് കാണുമ്പോൾ നമ്മളൊരു കാര്യം വരച്ച് അതിനെ പഠിപ്പിക്കുമ്പോൾ പെട്ടെന്ന് അത് മെമ്മറിയിൽ ഇരിക്കും. അതാണ് അതിൻ്റെ ഒരു ഗുണം. ഞാൻ ആപ്പിൾ വരച്ചു. ഇത് ആപ്പിളാണ്, ഫ്രൂട്ട്സിൽ പെട്ടതാണ് എന്ന് ഞാൻ പറഞ്ഞു. പിന്നെ ഞാൻ കളർ എടുത്തു. അപ്പോൾ 2 പഠിപ്പിക്കാൻ പറ്റി. ഇത് ആപ്പിളാണെന്നും എനിക്ക് മോനെ പഠിപ്പിക്കാൻ പറ്റി, അതുപോലെ തന്നെ ആപ്പിള് റെഡ് കളറാണ് എന്നും എനിക്ക് പഠിപ്പിക്കാൻ പറ്റി. അപ്പോൾ ഞാൻ കളറും പഠിപ്പിച്ചു, അതുപോലെ തന്നെ ആപ്പിള് ഫ്രൂട്ട്സ് ആണെന്നും പഠിപ്പിച്ചു. അപ്പോൾ അങ്ങനെ ഞാൻ ആദ്യം തന്നെ ഫ്രൂട്ട്സ് വരച്ച് പഠിപ്പിച്ചു. അതിൻ്റെ പേരൊക്കെ എഴുതി. ജസ്റ്റ് കൊച്ചു വായിക്കാറൊന്നും ആയില്ല, പക്ഷെ അവൻ്റെ മെമ്മറിയിൽ അത് ഇരിക്കും നമ്മൾ വരക്കുമ്പോൾ. പിന്നെ ഞാൻ ഇതുപോലെ ഓരോ കാര്യങ്ങൾ കുഞ്ഞായിരുന്നപ്പോൾ ഓരോന്നും, ഇത് വെജിറ്റബിൾസ്,
എനിക്ക് പറ്റുന്ന രീതിയിലുള്ളത് ഞാൻ പഠിപ്പിച്ചു. കൊച്ചിനെ മനസ്സിലാവുന്ന രീതിയിൽ കണ്ടോ. വെജിറ്റബിൾസ് പഠിപ്പിച്ചപ്പോൾ ഞാൻ കുക്കുംബർ, പൊട്ടറ്റോ അങ്ങനെ വരച്ച്, അപ്പോൾ അത് കൊച്ചുങ്ങൾ. എന്നിട്ട് ഞാൻ എന്ത് ചെയ്യുന്നു വെച്ചാൽ ഇന്നൊരു ദിവസം 2 എണ്ണം വരച്ച് ഇതുപോലെ ചെയ്തു. ഒരു അരമണിക്കൂർ മതി നമുക്ക്. എന്നിട്ട് പിറ്റേ ദിവസം വീണ്ടും ഞാനത് റിപ്പീറ്റ് ചെയ്യും. പൊട്ടറ്റോ അത് ബ്രൗൺ കളറാണ്, ലേഡീസ് ഫിംഗർ വെണ്ടക്ക എന്ന് പറയും. അങ്ങനെ എല്ലാം ഞാനിങ്ങനെ വീണ്ടും റിപ്പീറ്റ് ചെയ്യും. അപ്പോൾ കൊച്ച് അതൊക്കെ കേട്ടിരിപ്പുണ്ട്. അല്ലാതെ അവനെ കൊണ്ട് ഞാനതൊന്നും പറയിപ്പിക്കുന്നില്ല ആ സമയത്ത്. പക്ഷെ കേട്ട് കണ്ട് കൊച്ചത് പഠിക്കുമായിരുന്നു. അതുപോലെ ഞാൻ കുറേ വരച്ചിട്ടുണ്ട് ഇതിനകത്ത്. നമുക്ക് പറ്റുന്നതെല്ലാം ഞാൻ വരച്ചിട്ടുണ്ട്. ഫ്ലവേഴ്സ്, ലീഫ്, അങ്ങനെ കുറേ കാര്യങ്ങൾ കണ്ടോ. കൊച്ചിനെ ഇതൊക്കെ അവൻ പറയുമായിരുന്നു. കുറച്ച് കഴിയുമ്പോൾ ട്രീ, ബോള്, ജാക്ക് ഫ്രൂട്ട്, എഗ്ഗ്, പിന്നെ നാഷണൽ ഫ്ലാഗ്, അങ്ങനെ വരച്ചാണ് ഞാൻ കുറേ കാര്യങ്ങൾ കണ്ടോ. ആകാശത്ത് എന്തൊക്കെയുണ്ട് എന്ന് പഠിപ്പിക്കാൻ വേണ്ടി ഞാൻ വരച്ചതാണിത്. സൺ, ഇപ്പോൾ കൊച്ച് റെയിൻബോൻ്റെ കളേഴ്സ്, അപ്പം അങ്ങനെ ഞാൻ ചെയ്തായിരുന്നു. അപ്പോൾ ആദ്യം തന്നെ ഞാൻ ഫസ്റ്റ് ഞാൻ തുടങ്ങിയത് ഇങ്ങനെയാണ്. പടം വരച്ച് ഓരോന്ന് കളറടിച്ച് ഞാൻ ആദ്യം തന്നെ അവനെ പറഞ്ഞു കൊടുത്ത് അല്ലെങ്കിൽ കാണിച്ചു കൊടുത്ത് ഞാൻ പഠിപ്പിച്ചു. ആദ്യം ചെയ്തത് ഞാൻ കാണിച്ചു തന്നല്ലോ, ബുക്കിൽ വരച്ച് ഓരോന്നും പറഞ്ഞു കൊടുത്തു, കളേഴ്സ് പഠിപ്പിച്ചു. പിന്നെ ഞാൻ എന്താ ചെയ്തതെന്ന് വെച്ചാൽ ഞാൻ ആപ്പിൾ വരക്കുമായിരുന്നു. ഒരു ബുക്കിൽ ഞാൻ ആപ്പിൾ വരച്ചിട്ട് അവൻ്റെ കയ്യിൽ ഒരു ക്രയോൺസ് ഞാൻ കൊടുക്കും. എന്നിട്ട് ഞാൻ പറയും അതിൻ്റെ ഉള്ളിൽ കളറടിക്കാൻ പറയും. അപ്പോൾ അതിൻ്റെ ഉള്ളിൽ കൊച്ചിനെ കൊണ്ട് കളറടിപ്പിക്കുക. അപ്പോൾ ഞാൻ പറയും, അമ്മ വരച്ചത് കണ്ടല്ലോ, പുറത്ത് പോകാതെ നല്ല നീറ്റായിട്ട് കളറ് വരക്കണം എന്ന് ഞാൻ പറഞ്ഞു കൊടുത്തു. അപ്പോൾ കൊച്ചിൻ്റെ കയ്യിൽ ഞാൻ ക്രയോൺസാണ് ഞാൻ കൊടുത്തത്. ഇതുപോലെയുള്ള ഏതെങ്കിലും ടൈപ്പ് ക്രയോൺസ് ഞാൻ കൊച്ചിൻ്റെ കയ്യിൽ കൊടുക്കും. അപ്പോൾ അവന് അത് നമ്മളെ ഉദ്ദേശം പടം വരക്കുക എന്നുള്ളതല്ല ഉദ്ദേശം. കയ്യിൽ കൊച്ചിനൊരു ഗ്രിപ്പ് കിട്ടുക അല്ലേ. നമ്മൾ എഴുതാനൊക്കെ പഠിക്കുമ്പോൾ പെൻസിലൊക്കെ പിടിക്കണം എന്നുണ്ടെങ്കിൽ പിടിച്ചൊരു എന്താ പറയുക, ഒരു പ്രാക്ടീസ് വേണം. അപ്പം അതിന് വേണ്ടിയിട്ടാണ് ഞാൻ അവനെ കൊണ്ട് കളർ അടിപ്പിച്ചത്. അപ്പം ഞാൻ ആദ്യം തന്നെ ഒരു കളറിംഗ് ബുക്ക് വാങ്ങിച്ചിട്ടൊന്നും അല്ല ഞാൻ അടുപ്പിച്ചത്. ഞാൻ വരച്ചു കൊടുക്കുമായിരുന്നു. അവൻ്റെ ആ ബുക്കിൽ തന്നെ ഞാൻ ആപ്പിൾ വരച്ചു കൊടുക്കും. എന്നിട്ട് ഞാൻ പറയും ആപ്പിളിൻ്റെ അത് കുറച്ചും കൂടി ഇതൊക്കെ പഠിച്ചു കഴിഞ്ഞപ്പോഴാണ് ഞാൻ അത് ചെയ്തത്. ആപ്പിളിൻ്റെ കളറൊക്കെ അവൻ പറയാൻ പഠിച്ചു കഴിഞ്ഞപ്പോൾ ഞാൻ ചെയ്തതാണ്. ഞാൻ ആപ്പിൾ വരച്ചിട്ട് കൊച്ചിനോട് ചോദിക്കും ആപ്പിളിൻ്റെ കളർ എന്താ. അപ്പോൾ അവൻ പറയും റെഡാണ്. അപ്പോൾ ആ റെഡ് അവൻ തന്നെ എടുത്തിട്ട് അതിൻ്റെ ഉള്ളിൽ കളറടിക്കും. അപ്പോൾ ആദ്യമൊക്കെ കളറടിക്കുമ്പോൾ അത് പുറത്തൊക്കെ പോകുമായിരുന്നു. പിന്നെ ഞാൻ പറഞ്ഞു കൊടുക്കും അത് പുറത്ത് പോകാതെ ഉള്ളിൽ തന്നെ അടിക്കണം. അപ്പോൾ അങ്ങനെ കൊച്ച് അടിക്കുമായിരുന്നു. അപ്പോൾ ഇപ്പോൾ അവനൊരുവിധം പുറത്ത് പോവാതെയൊക്കെ കളറടിക്കും. അപ്പോൾ അതുകൊണ്ട് കളറടിക്കാനും പഠിക്കും കൊച്ചിന് കയ്യിൽ പിടിക്കാനുള്ള ഒരു ഗ്രിപ്പും കിട്ടും. അപ്പോൾ നമുക്ക് എഴുതാനൊക്കെ പഠിപ്പിക്കുമ്പോൾ അത് വളരെ ഈസി ആയിരിക്കും. കൈക്ക് ഗ്രിപ്പൊക്കെ കിട്ടി. അപ്പോൾ കൊച്ച് കളറടിക്കാനൊക്കെ പഠിച്ചു. അതുപോലെ തന്നെ പെൻസിൽ പിടിക്കാനും കൈക്കൊക്കെ ഒരു പ്രാക്ടീസ് ഉണ്ടാക്കിയെടുത്തു ആദ്യം തന്നെ. അതിനുശേഷം ഞാൻ പിന്നെ കൊച്ചിനെ ഇതുപോലെ ഒരു സ്ലേറ്റ് വാങ്ങിച്ചു. സ്ലേറ്റ് വാങ്ങിച്ചത് എഴുതി പഠിപ്പിക്കാൻ മാത്രമല്ല കേട്ടോ. ഇതിനകത്ത് ഇങ്ങനെ കുറേ എന്താ പറയുക, കുറേ മുത്തുകൾ ഉണ്ട്. അപ്പോൾ ഇതിനകത്ത് നമുക്ക് 1 2 3 കൗണ്ട് ചെയ്യാൻ പഠിപ്പിച്ചു. ഞാനിങ്ങനെ 1 2 അങ്ങനെ കൗണ്ട് ചെയ്യാനും ഞാൻ ഈ സ്ലേറ്റ് വെച്ചിട്ടാണ് ഞാൻ കൊച്ചിനെ കൗണ്ട് ചെയ്യാൻ പഠിപ്പിച്ചത്. അപ്പോൾ ആദ്യമൊന്നും നമുക്ക് ഇരിക്കില്ലായിരുന്നു ആള്. പിന്നെ അത് കേട്ട് പിന്നെ കൗണ്ട് ചെയ്യാൻ ആള് ഈസിയായി. ഇപ്പോൾ 1 2 3 ഒക്കെ പറയാൻ പഠിച്ചു. എഴുതാൻ ഞാൻ ഇതുവരെ പഠിപ്പിച്ചിട്ടില്ല, കാരണം 3 വയസ്സായല്ലേ ഉള്ളൂ. അപ്പോൾ എഴുതാൻ തുടങ്ങുന്നേ ഉള്ളൂ ഞങ്ങൾ. അപ്പോൾ പറയാൻ 1 2 3 ഒക്കെ ഒരു 10 വരെയൊക്കെ ഞാൻ പറയാൻ പഠിപ്പിച്ചു കൊടുത്തു. ഇതുപോലെ കൗണ്ട് ചെയ്ത് കാണിച്ചു കൊടുത്തു. അപ്പോൾ കൊച്ചിനും ഒരു ഇൻട്രസ്റ്റിംഗ് ആണ്. പിന്നെ ആൽഫബറ്റ്സ് ഞാൻ കുറേ തവണ ഇങ്ങനെ പറയും. ഒരു പാട്ടിൻ്റെ രൂപത്തിലൊക്കെ, ഒരു റൈംസിൻ്റെ രൂപത്തിലൊക്കെ ഞാൻ ആൽഫബറ്റ്സ് കൊച്ചിനെ ഇങ്ങനെ പാടി കേൾപ്പിക്കും. അപ്പോൾ അവനത് കേട്ട് അവരുടെ മെമ്മറിയിൽ അത് ഇരിക്കും. പിന്നെ ഞാൻ ഒരു പേപ്പറിൽ എഴുതി പിന്നെ ABCD എന്നൊക്കെ ഞാൻ പറഞ്ഞ് കൊച്ചിനെ പഠിപ്പിച്ചായിരുന്നു. അപ്പോൾ അവനത് പറയാൻ അറിയാം നന്നായിട്ട്. ABCD പറയും. അതുപോലെ 1 to 20 വരെയൊക്കെ അവൻ കൗണ്ട് ചെയ്യും. അപ്പോൾ അങ്ങനെയൊക്കെ ചെയ്തായിരുന്നു. അപ്പോൾ ഒരു 3-4 ട്രിക്ക് ഞാൻ പറഞ്ഞു തന്നു അല്ലേ. ആദ്യം തന്നെ ഞാൻ പറയാനൊക്കെ പഠിപ്പിച്ചത് ഞാൻ വരച്ച് കളറടിച്ച് ഞാൻ പറയാൻ പഠിപ്പിച്ചു, കളേഴ്സ് പഠിപ്പിച്ചു. പിന്നെ ആളെ കൊണ്ട് ഞാൻ ക്രയോൺസ് കൊടുത്ത് കളർ അടുപ്പിച്ചു. അപ്പോൾ 2 ബെനിഫിറ്റ് ഉണ്ട് അതിൽ നിന്ന്. ആൾക്ക് കയ്യിൽ ക്രയോൺസ് അല്ലെങ്കിൽ പെൻസിലൊക്കെ പിടിക്കാനുള്ള ഒരു ഗ്രിപ്പും കിട്ടും. ആൾ കളേഴ്സ് തന്നെ ഐഡൻറ്റിഫൈ ചെയ്ത് നന്നായിട്ട് കളറടിക്കാനും പഠിപ്പിച്ചു. അപ്പോൾ അങ്ങനെയൊക്കെ പഠിപ്പിച്ചു.
പിന്നെ ഞാൻ പറഞ്ഞു സ്ലേറ്റ് വാങ്ങിച്ചിട്ട് അതിനകത്ത് ഞാൻ ABCD എഴുതി, ഞാൻ തന്നെ അത് ഒരു റൈംസിൻ്റെ രൂപത്തിൽ പാടി ഒക്കെ കേൾപ്പിച്ചു, എഴുതി അവനെ കൊണ്ട് ABCD ആണെന്നൊക്കെ പറഞ്ഞ് അവനപ്പോൾ അത് കണ്ട് അത് കേട്ട് അവൻ പറയാൻ പഠിച്ചു ABCD. പിന്നെ 1 2 3 പഠിപ്പിച്ചത് ആ സ്ലേറ്റിൻ്റെ ആ സൈഡിലുള്ള ആ മുത്തുകൾ കൊണ്ട് ഞാൻ 1 എത്ര മുത്തുണ്ട് അങ്ങനെ കൗണ്ട് ചെയ്ത് പഠിപ്പിച്ചു. അങ്ങനെ അവൻ നമ്പേഴ്സ് ഒരു 1 to 20 വരെ പറയാൻ പഠിച്ചു. അപ്പോൾ ഞാൻ ഓർത്തു, ഇപ്പോൾ 3 വയസ്സായ ആൾക്ക്, അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഈ ജൂൺ തൊട്ട് പ്ലേ സ്കൂളിൽ അല്ലെങ്കിൽ അംഗൻവാടിയിലൊക്കെ പോകേണ്ട ഒരു സമയമായി. പക്ഷെ നമുക്ക് ഇപ്പോഴത്തെ അവസ്ഥ കാരണം അതൊന്നും ഇല്ല. അപ്പോൾ ഞാൻ എന്തോർത്തു എന്ന് വെച്ചാൽ ഇനി നമുക്ക് പയ്യെ എഴുതി പഠിപ്പിക്കാം അല്ലേ. അപ്പോൾ ആദ്യം തന്നെ എഴുതി പഠിപ്പിക്കാമെന്ന് ഓർത്തു. അപ്പോൾ എല്ലാവരും എഴുതി പഠിപ്പിക്കുന്നത് സ്ലേറ്റിലൊക്കെയാണ് നമ്മൾ ആദ്യം എഴുതി പഠിപ്പിക്കുന്നത്. അപ്പോൾ ഞാൻ പറഞ്ഞല്ലോ, സ്ലേറ്റ് ഞാൻ വാങ്ങിച്ചു, ഞാൻ അതിനകത്ത് എഴുതി അവനെ കൊണ്ട് പറയാൻ പഠിപ്പിച്ചു. അപ്പോൾ നമ്മൾ അവനെ കൊണ്ട് ഞാൻ ആദ്യമായിട്ട് എഴുതി പഠിപ്പിക്കാൻ വേണ്ടിയിട്ട് ഞാനൊരു 4 ലൈൻ ബുക്ക് വാങ്ങിച്ചു. കാരണം സ്ലേറ്റിലാവുമ്പോൾ അവർ വലിച്ചു വാരി അങ്ങനെയൊക്കെ എഴുതും. അപ്പോൾ ഞാൻ എന്താ ചെയ്തതെന്ന് വെച്ചാൽ, ഇപ്പോഴാണ് ഞാൻ തുടങ്ങിയത്, ഈ 1-ാം തീയതിയാണ് ഞാൻ എഴുതാൻ തുടങ്ങിയത് ആദ്യമായിട്ട്. ഞാൻ ആദ്യം തന്നെ ഒരു 4 ലൈൻ ബുക്ക് വാങ്ങിച്ചു. എന്നിട്ട് 4 ലൈൻ ബുക്കിലാണ് ഞാൻ ആദ്യമായിട്ട് അവനെ കൊണ്ട് എഴുതാൻ പഠിപ്പിച്ചത്. എഴുതാൻ പഠിപ്പിച്ചു എന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞു, നമുക്കറിയാം നമ്മൾ ആദ്യം തന്നെ ABCD എഴുതാൻ പഠിച്ചാൽ കൊച്ച് എഴുതില്ല. കാരണം ഭയങ്കര ടഫായിട്ട് തോന്നുള്ളൂ കൊച്ചിന്. ഈ 3 വയസ്സിൽ കളിച്ചടക്കേണ്ട പ്രായത്തിൽ A എഴുത് B എഴുതെന്നൊക്കെ പറഞ്ഞാൽ കൊച്ച് എഴുതില്ല. അപ്പോൾ ഞാൻ എന്താ ചെയ്തതെന്ന് വെച്ചാൽ, നമ്മൾ സാധാരണ LKG-യിലൊക്കെ ചെല്ലുമ്പോൾ കൊച്ചുങ്ങളെ പഠിപ്പിക്കുന്നത് നമുക്കറിയാം, വീട്ടിലെ കുട്ടികളൊക്കെ ഉണ്ടെങ്കിൽ നമുക്കറിയാൻ പറ്റും. 3 ലൈൻസ് വെച്ചിട്ടാണ് പഠിപ്പിക്കുന്നത് അല്ലേ. സ്റ്റാൻഡിങ് ലൈൻ, അതുപോലെ സ്ലീപ്പിംഗ് ലൈൻ, അതുപോലെ തന്നെ സ്ലാൻഡിങ് ലൈൻ, അങ്ങനെ 3 ലൈൻസ് വെച്ചിട്ടാണ് കൊച്ചുങ്ങളെ പഠിപ്പിക്കുന്നത്. അപ്പോൾ അതിൽ ആദ്യത്തെ ലൈൻ ഞാൻ അവനെ പഠിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ എന്ന് വെച്ചാൽ, ഇപ്പോൾ ഒരു 2 ദിവസമായി ഞാൻ പഠിപ്പിക്കാൻ തുടങ്ങിയിട്ട്. ഫസ്റ്റത്തെ ലൈൻ ഏതാണ്? സ്റ്റാൻഡിങ് ലൈൻ. അപ്പോൾ അത് 4 ലൈൻ ബുക്കിൽ തന്നെ ഞാൻ എഴുതി പഠിപ്പിച്ചു. അല്ലാതെ സ്ലേറ്റിലോ അല്ലെങ്കിൽ ബോർഡിലോ പേപ്പറിലോ ഒന്നുമല്ല ഞാൻ പഠിപ്പിച്ചത്. ആദ്യം തന്നെ ഞാൻ പഠിപ്പിച്ചത് 4 ലൈൻ ബുക്കിലാണ് ഞാൻ അവനെ സ്റ്റാൻഡിങ് ലൈൻ എഴുതാൻ പഠിപ്പിച്ചത്. അപ്പോൾ അതെങ്ങനെയാണെന്ന് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. ഞാനൊരു 4 ലൈൻ ബുക്കാണ് ആദ്യം തന്നെ വാങ്ങിച്ചത്. അതിനകത്താണ് ഞാൻ ആളെ ആദ്യം തന്നെ എന്ത് പഠിപ്പിച്ചത്? സ്റ്റാൻഡിങ് ലൈൻ എഴുതാൻ പഠിപ്പിച്ചത്. അപ്പോൾ സ്റ്റാൻഡിങ് ലൈൻ നമുക്കറിയാൻ പറ്റും, നമ്മൾ വീട്ടിലെ കുട്ടികളൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾ പഠിപ്പിക്കുന്നതാണ് സ്റ്റാൻഡിങ് ലൈൻ. അപ്പോൾ എങ്ങനെയാണ് സ്റ്റാൻഡിങ് ലൈൻ എന്ന് പറയുന്നത്? ഞാൻ പഠിപ്പിച്ചത് എങ്ങനെയാണെന്ന് വെച്ചാൽ, ഈ റെഡ് വരെ ഉണ്ടല്ലോ, 4 ലൈനിൽ റെഡ് ലൈൻ ഉണ്ട്. ആ റെഡ് ലൈനിൽ നിന്ന് ആദ്യത്തെ 3 ലൈൻ അതിൽ കൊള്ളിച്ചിട്ടാണ് നമ്മൾ സ്റ്റാൻഡിങ് ലൈൻ എഴുതുന്നത്. അപ്പോൾ ഇതാണ് സ്റ്റാൻഡിങ് ലൈൻ. ഞാൻ സ്റ്റാൻഡിങ് ലൈൻ മാത്രമേ പഠിപ്പിച്ചിട്ടുള്ളൂ. ആദ്യം തന്നെ എല്ലാം പഠിപ്പിച്ചു കഴിഞ്ഞാൽ കൊച്ചു പഠിക്കില്ല. അപ്പോൾ ഇതാണ് സ്റ്റാൻഡിങ് ലൈൻ. അപ്പോൾ സ്റ്റാൻഡിങ് ലൈൻ ഞാൻ ആദ്യം തന്നെ കൊച്ചിനെ ഇപ്പോൾ പഠിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. പിന്നെ വരുന്നത് സ്ലീപ്പിംഗ് ലൈനാണ്. സ്ലീപ്പിംഗ് ലൈൻ, ആ റെഡിൻ്റെ തൊട്ട് താഴെയായിട്ടാണ് നമ്മൾ സ്ലീപ്പിംഗ് ലൈൻ എഴുതുന്നത്, സ്ട്രെയിറ്റ് ആയിട്ട് എഴുതും. പിന്നെ വരുന്നത് സ്ലാൻഡിംഗ് ലൈൻ, അതും ഇങ്ങനെ ചരിച്ച് എഴുതും. സ്ലാൻഡിംഗ് ലൈൻ അതും റെഡിൻ്റെ അവിടെ നിന്ന് ആ 3 ലൈനിൽ കൊള്ളിച്ചിട്ട്. ഇത് 3ഉമാണ് നമ്മൾ കോമൺ ആയിട്ട് വരുന്ന സ്റ്റാൻഡിംഗ് ലൈൻ, സ്ലീപ്പിംഗ് ലൈൻ, അതുപോലെ തന്നെ സ്ലാൻഡിംഗ് ലൈൻ. അപ്പോൾ ഈ സ്റ്റാൻഡിംഗ് ലൈൻ ആദ്യം ഞാൻ എങ്ങനെ പഠിപ്പിച്ചതെന്ന് വെച്ചാൽ, ഡോട്ട് ഇട്ടിട്ടാണ് ഞാൻ കൊച്ചിനെ പഠിപ്പിച്ചത്. ഡോട്ട് ഇട്ട് 4 ലൈൻ ബുക്കിൽ ഞാൻ പഠിപ്പിച്ചു. ഇതുപോലെ ഡോട്ട് ഇട്ട് കൊടുത്തു. അപ്പോൾ കൊച്ചിന് ഇപ്പോൾ ഓൾറെഡി കയ്യിൽ ക്രയോൺസ് ഒക്കെ പിടിച്ച് പടം വരക്കുന്നതുകൊണ്ട് പെൻസിൽ പിടിക്കാൻ ബുദ്ധിമുട്ടുണ്ടാവില്ല. അപ്പോൾ ഇതുപോലെ ഞാൻ ഡോട്ട് ഇട്ട് കൊടുക്കുമായിരുന്നു. എന്നിട്ട് കൊച്ചിനെ കൊണ്ട് ഞാൻ അതിൽ വരപ്പിക്കുമായിരുന്നു. അപ്പം അങ്ങനെയാണ് ഞാൻ ആദ്യം തന്നെ എഴുതാൻ പഠിപ്പിച്ചത്. ഞാൻ കാണിച്ചു തരാം. അവൻ ഇതിനകത്ത് എഴുതിയിട്ടുണ്ട്, കണ്ടോ? ഇതൊക്കെ അവൻ എഴുതിയതാണിതിൽ. ഞാൻ സ്റ്റാറൊക്കെ ഇട്ട് കൊടുത്തതാണിതിൽ, കണ്ടോ? 2 തന്നെ ഞാൻ എഴുതി കൊടുത്തു. അതുപോലെ ഞാനൊരു 2-3 പേജ് ഞാൻ എഴുതിച്ചായിരുന്നു, കണ്ടോ? പിന്നെ പയ്യെ ആൾ പെർഫെക്റ്റ് ആയിട്ട് വരും. ഞാൻ ഈ പറയുന്ന 2 ദിവസമായുള്ളൂ ഈ സ്റ്റാൻഡിങ് ലൈൻ പഠിപ്പിക്കാൻ തുടങ്ങിയിട്ട്, കണ്ടോ? ഇതൊക്കെ അവൻ എഴുതിയതാണ് ഈ സ്റ്റാൻഡിങ് ലൈൻ. പിന്നെ ഒറ്റയ്ക്ക് എഴുതിയതാണ്, ഞാൻ ഡോട്ട് ഇടാതെ ഒറ്റയ്ക്ക് എഴുതിയതാണ്. ഒരു എക്സാം എന്നൊക്കെ പറഞ്ഞ് കൊച്ചിനോട് പറഞ്ഞു. അപ്പോൾ ഒറ്റയ്ക്ക് സ്റ്റാൻഡിങ് ലൈൻ എഴുതി. ഇപ്പോൾ ആൾ ഒറ്റയ്ക്ക് സ്റ്റാൻഡിങ് ലൈൻ എഴുതും. നമുക്ക് വേണമെങ്കിൽ ഒന്ന് ചോദിച്ചു നോക്കാം എങ്ങനെയാണ് സ്റ്റാൻഡിങ് ലൈൻ എഴുതണേന്ന്. സ്റ്റാൻഡിങ് ലൈൻ എഴുതാൻ പോണേണോ? സ്റ്റാൻഡിങ് ലൈൻ എഴുതിയേ.
പറഞ്ഞെഴുത്. സ്റ്റാൻഡിങ് ലൈൻ. അടുത്തതും കൂടി ചെയ്ത്, ഈ രണ്ടെണ്ണം കൂടി ചെയ്ത്. കണ്ടോ, അവൻ എഴുതിയതാണ്. ഞാൻ ഡോട്ട് ഇട്ട് കൊടുക്കുമ്പോൾ അവൻ എഴുതുന്നതാണ് ഈ സ്റ്റാൻഡിങ് ലൈൻ. ഞാൻ സ്ലീപ്പിംഗ് ലൈൻ ഇതൊന്നും പഠിപ്പിച്ചിട്ടില്ല, അതുകൊണ്ടാണ് ഞാനിപ്പോൾ നിങ്ങളായിട്ട് അത് ഷെയർ ചെയ്യാത്തത്. കാരണം അവൻ്റെ മനസ്സിലിപ്പോൾ ഒരെണ്ണം അവൻ തറവാവട്ടെ, അതിനുശേഷം അടുത്തയിലോട്ട് പോകാമെന്ന് ഓർത്തു. അപ്പോൾ ഇത്രയുമാണ് ഞാൻ എൻ്റെ മോനെ പഠിപ്പിക്കാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്ത കുറച്ച് ട്രിക്കുകൾ. ഇതുപോലെ നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. സക്സസ് ആയിരിക്കും. 90% എൻ്റെ ഒരു അനുഭവത്തിൽ നിന്ന് സക്സസ് ആയിരിക്കും. അവർ നമ്മുടെ അടുത്ത് വന്നിരിക്കും, നമ്മൾ പറയുന്നത് കേൾക്കാൻ തയ്യാറാവും. അപ്പോൾ ഒരുപാട് നേരം പഠിപ്പിക്കരുത് കേട്ടോ. എന്താണെങ്കിലും ഒരു അരമണിക്കൂർ മതി. അരമണിക്കൂറിൽ കൂടുതൽ അവർക്ക് ശ്രദ്ധിക്കാനുള്ള ഒരു ഇതുണ്ടാവില്ല. അവർക്ക് കളിയുടെ അതിലോട്ടൊക്കെ പോകും. ഒരു ഹാഫ് അവർ ദിവസത്തിൽ ഒരു അരമണിക്കൂർ ഇതുപോലെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ പറഞ്ഞു കൊടുക്കുക. അപ്പോൾ എഴുതാൻ ഞാൻ പറഞ്ഞല്ലോ, ഒരു 3 വയസ്സായിട്ട് തുടങ്ങിയാൽ മതി. ഒരു 2 വയസ്സ് തൊട്ട് ഞാൻ പറഞ്ഞ പോലെ നമ്മൾ വരച്ച് നമ്മളതൊക്കെ പറഞ്ഞ് കേൾപ്പിച്ചു കൊടുക്കുക. അപ്പോൾ അവരുടെ മനസ്സിലത് ഇരിക്കും. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ നമ്മുടെ ഇന്നത്തെ വ്ളോഗ്. അപ്പോൾ അടുത്ത ദിവസം പുതിയൊരു വ്ളോഗായിട്ട് നമുക്ക് കാണാം. അപ്പോൾ എല്ലാവർക്കും ബൈ.